ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെടി വളർത്തുന്നത് ചെടികളുടെ ഭംഗി നോക്കിയും പൂവിൻ്റെ ഇലകളുടെ ഒക്കെ ഭംഗി നോക്കിയുമാണ്. എന്നാൽ ചില ചെടികൾ കാണാൻ നല്ല ഭംഗിയാവും. അതിലെ അപകടം നമ്മൾക്കറിയണമെന്നില്ല. അപകടമുള്ള ചില ചെടികളെ കുറിച്ചാണ് പറയുന്നത്. ചില ചെടികൾക്ക് മിനിറ്റിനകം നമ്മൾ മരിക്കാൻ കാരണമാകും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ അറിയാതെ എങ്ങാനും കഴിച്ചാൽ പെട്ടെന്ന് തന്നെ മരിക്കാൻ ഇടയാകും. ചില ചെടികൾക്ക് ഔഷധ ഗുണം കൂടുതലുണ്ടാവും. ഔഷധത്തിൻ്റെ ഗുണം കൂടിപ്പോയാൽ അപകടവുമാവും. അങ്ങനെയുള്ള ചില ചെടികളെ കുറിച്ച് പറയാം. സർപ്പപ്പോള, തുമ്പ പ്ലാന്റ്. ഇത് ഒരു വിഷച്ചെടിയാണ്. നിശബ്ദ കൊലയാളി എന്ന് പറയാം. ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാൻ വളരെ ഈസിയായി പറ്റും. വലിയ ആളുകൾക്കും ഡേഞ്ചറസ് ആണ്. ഇതുപോലുള്ള ചെടികൾ വീട്ടിൽ വളർത്താതിരിക്കുക. ഇങ്ങനെയുള്ള ചെടികൾ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അടുത്തത് അരളി. ഇതിൻ്റെ വേര്, ഇല അതുപോലെ കായിലാണ് കൂടുതൽ വിഷം ഉള്ളത്. ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ അപകടമായതുകൊണ്ട് വീടിന് ചുറ്റും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് ഒതളം. ചതുപ്പ് നിലയങ്ങളിലും കായലോരത്തും ഒക്കെയാണ് കൂടുതലായി കാണാറുള്ളത്. ഇന്ത്യയിലും ശ്രീലങ്കയിലും ലക്ഷദ്വീപിലുമൊക്കെ ധാരാളമായി കണ്ടുവരാറുണ്ട്. മാങ്ങ പോലിരിക്കും അരളി. കഴിച്ചാൽ ഹൃദയത്തിൻ്റെ താളം വളരെ കുറഞ്ഞ് ഹാർട്ട് റേറ്റ് വളരെ കുറഞ്ഞ് മരിക്കാനിടയാകും. ആത്മഹത്യ ചെയ്യാനൊക്കെ ഇത് കഴിക്കുന്ന ആളുകളുണ്ട്. അടുത്തത് കാഞ്ഞിരം. കാഞ്ഞിരത്തിൻ്റെ വിത്ത്, ഇല, വേര്, തടി എന്ന ഭാഗങ്ങളൊക്കെ വിഷമുള്ളതാണ്. അമിതമായി ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകും. തലചുറ്റൽ, ശ്വാസം മുട്ടൽ ഒക്കെ അനുഭവപ്പെടും. അമിതമായി ശരീരത്തിൽ എത്തിയാൽ അപകടമാണ്. അടുത്തത് കുന്നിക്കുരു. ഇതും അമിതമായി ശരീരത്തിൽ എത്തിയാൽ അപകടമാണ്. പണ്ടൊക്കെ ഈ കുന്നിക്കുരു കൂട്ടി കളിച്ച ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ കാണാറില്ല. ചില്ല് ഡപ്പയിലൊക്കെ കാണാൻ ഭംഗിക്ക് ചിലർ ഇട്ട് വെക്കാറുണ്ട്. അടുത്തത് മേന്തോന്നി, ഗ്ലോറി ലില്ലി എന്നൊക്കെ വിളിക്കപ്പെടും. ഈ ചെടി വിരിയുന്ന സമയത്ത് ഒരു മഞ്ഞ നിറമുള്ള മനോഹരമായ ചെടിയാണ്. അതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്തൊക്കെ കാണാറുണ്ട്. ഈ ചെടി ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഗർഭിണിയായ സ്ത്രീയൊക്കെ ആണെങ്കിൽ സങ്കോചം വേഗം ഉണ്ടാകും. ഹൃദയത്തിൻ്റെ സങ്കോചം വേഗത്തിൽ ഉണ്ടാകും. സ്പീഡ് കൂടും, BP കൂടും, അതിസാരം ഉണ്ടാകും, വയറുവേദന ഉണ്ടാകും. ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ഹൃദയസ്തംഭനം ഉണ്ടാവും. അടുത്തത് എരിക്കിൻ പൂവ്. ഇത് വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ താളം തെറ്റാം, ഹാർട്ട് റേറ്റ് കുറയുന്നതാണ്. കണ്ണിൽ വീണ കാഴ്ച നഷ്ടപ്പെടും. അടുത്തത് പോയ്സൺ ഇവി. ഇത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുമിളകൾ പോലെ ഉണ്ടാവും. ശരീരം പൊട്ടാനിടയാകും. അതുപോലെ വ്രണങ്ങളും ശരീരം പൊട്ടി വ്രണങ്ങളും ഉണ്ടാവാനും കാരണമാകും. അടുത്തത് പ്ലുമേരിയ, കാട്ടുചെമ്പകം. കാണാൻ വളരെ മനോഹരമായ ചെടിയാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഛർദിൽ, വയറുവേദന ഒക്കെ ഉണ്ടാവുന്നതാണ്. അടുത്തത് ഡൈഫൻ ബാക്കില. ഈ ചെടിയുടെ ഇല വായിൽ ആയാൽ നാവിലും തൊണ്ടയുമൊക്കെ പൊള്ളുന്നതാണ്. അടുത്തത് ആവണിക്കച്ചെടി, കാസ്റ്റർ പ്ലാന്റ്. ഈ ചെടി വിഷാംശം ഉള്ളതും അലർജി ഉണ്ടാക്കുന്നതുമായ ഒരു സസ്യമാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള ചെടിയായി ഇതിനെ പരിഗണിച്ചിട്ടുണ്ട്. ഈ ചെടി ഉള്ളിൽ ചെന്ന് ചികിത്സ വൈകിയാൽ മരണം വരെ സംഭവിക്കാം. അത്രയും മാരകമായ ചെടിയാണ് കാസ്റ്റർ പ്ലാന്റ്. അടുത്തത് മണി പ്ലാന്റ്. ഈ ചെടിയിലും വിഷാംശമുണ്ട്. ഈ സസ്യം പുഷ്പിക്കാറില്ല. ഈ ചെടി പൂച്ചകൾക്കും നായകൾക്കും അപകടമാണ്. ചെറിയ തോതിൽ മനുഷ്യർക്കും പ്രശ്നമാണ്. ഈ ചെടിയുമായി ഇടപഴകുമ്പോൾ ശരീരത്തിൽ ചൊറിച്ചിൽ വരാൻ ഇടയാകും. മണി പ്ലാന്റിലും വിഷമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി അടുത്തത് പീസ് ലില്ലി. എല്ലാവരുടെയും ഫേവറേറ്റായ ഇൻഡോർ പ്ലാന്റ് ആണ്. മൈൽഡ് ആയിട്ടുള്ള ഒരു ടോക്സിക് മാത്രമേ പീസ് ലില്ലിയിലുള്ളൂ. എന്നിരുന്നാലും കുട്ടികളും പെറ്റ്സും ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കുക. കാരണം അറിയാതെ ഇതിൻ്റെ ഇല ശരീരത്തിലെത്തിയാൽ ഛർദി, ഓക്കാനം ഉണ്ടാവാൻ കാരണമാവും. അടുത്തത് കാലാഡിയം. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ വ്യത്യസ്ത നിറങ്ങളൊക്കെ തന്നെയുണ്ട്. ഈ ഒരു ചെടി മുഴുവനായിട്ടും വിഷമുള്ളതാണ്. ഇത് വായിലായാൽ ശ്വാസതടസ്സം നേരിടും, അതുപോലെ നീര് വെക്കുകയും ഒക്കെ ചെയ്യും. അടുത്തത് ഉമ്മം, മുള്ളാപ്പിൽ എന്നും അറിയപ്പെടുന്ന ഈ ചെടിയിൽ ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഭ്രമാത്മകതയ്ക്കും മറ്റു ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും. അടുത്തത് കാനർ. ഒലിയണ്ടർ കുടുംബത്തിലെ മറ്റൊരു അംഗമായ കാനർ അതിൻ്റെ കാർഡിയാക് ഗൈക്ലോസൈഡുകൾ കാരണം വിഷബാധയേൽക്കുകയും ചെയ്യും. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളും മുറ്റവും ഒക്കെ ഭംഗിയുള്ളതാവാൻ എല്ലാ മലയാളികളും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ
നമ്മൾ കരുതലോടെ വളർത്തുന്ന ചെടികൾ വിഷമില്ല എന്ന് ഉറപ്പ് വരുത്തുക, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ബായ്.